നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബിജു ബിനു ഹാപ്പി ക്രിസ്മസ് ചേച്ചിന്ന്. നമസ്കാരം കണ്ണ ബിജു. നമസ്കാരം. ഇവിടെ ഈ ലൈവിൽ ഇന്ന് അതായത് എത്ര ആളുകൾ വന്നു എന്ന് കാട്ടുന്നില്ല, എന്ന് കാണിക്കുന്നില്ല. പകരം ഒരു സ്റ്റാറാണ് കാണിക്കുന്നത്. ലൈവിൽ എത്ര പേരുണ്ട് എന്ന് കാണിക്കുന്നില്ല, പകരം സ്റ്റാറാണ് കാണിക്കുന്നത്. ആയിക്കോട്ടെ. എത്ര പേരായിരിക്കും കമൻറ്റിൽ ഈ ലൈവിൽ വന്നിട്ടുള്ളത് ഒന്ന് പറയാവോ? എത്ര പേരാണ് ഈ ലൈവിൽ ഉള്ളത് എന്ന് ഇവിടെ ഒന്ന് എഴുതിയിടാമോ? ഈ ലൈവിൽ അത് കാണിക്കുന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ മേരി ക്രിസ്മസ് എന്നും ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിടുക ശോഭ നായർ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരവല്ലേ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും പലരും പറയാറുണ്ട്, ചിലർ ചോദിക്കുന്നതിൻ്റെ മറുപടിയല്ല ഞാൻ അങ്ങോട്ട് പറയുന്നതെന്ന്. ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. മിക്കവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പല ഇൻ്റർവ്യൂ എടുത്ത വീഡിയോയുടെ അടിയിലും ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവല്ല അവർ തരുന്നത് എന്ന്. എങ്ങനെ തരും? നിങ്ങളും അതുപോലൊക്കെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഞാനിപ്പോൾ വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ഈ ലൈവിൽ എത്ര പേരുണ്ട് എനിക്കത് കാണാൻ കഴിയുന്നില്ല, പകരം അവിടെ സ്റ്റാർ ആണെന്ന് പറഞ്ഞു. സ്റ്റാർ ഇപ്പുറത്തുമാണ് സീറോ പോലെ, ശൂന്യത്തിൻ്റെ ചിഹ്നം, അത് മീൻസ് സീറോ. അതാണ് പിന്നെ കാട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര പേര് കാണാൻ അവിടെ പിന്നെ അവിടെ ലൈവിൽ വന്ന് എനിക്കതിൻ്റെ മറുപടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹലോ എന്ന് എഴുതിയിടുന്നു, മേരി ക്രിസ്മസ് എന്ന് എഴുതിയിടുന്നു, ഇന്ന് ക്രിസ്മസ് എന്താ പരിപാടി എന്ന് എഴുതിയിടുന്നു, വേറൊരാൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് എഴുതിയിടുന്നത്. എനിക്കറിയില്ല, യാതൊരു പരസ്പര ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ എഴുതിയിടുന്നത്. യെസ്, ഷൈനി കണ്ണങ്ങാത്ത് അവർ മാത്രം ഉണ്ട് കറക്റ്റ് ഉത്തരം തന്നത്. 13 പേരുണ്ടെന്ന്, 15 പേര് പുഷ്പ വിജയൻ. അപ്പോൾ 13 പേരുണ്ടെന്ന് ഷൈനി പറയുന്നു. പുഷ്പ വിജയൻ 15 പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഓക്കെ 18 പറയുന്നുണ്ട്. ഓക്കെ കണ്ണ, മതി. എത്ര പേരുണ്ട് ഇപ്പോൾ? 19 ഷൈനി പറയുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമില്ലേ,
സ്ത്രീകൾ വളരെ ബുദ്ധിമതികളും അവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുന്ന കൂട്ടത്തിലുമാണ്. എന്നാൽ പുരുഷന്മാരങ്ങനെയല്ല. അതവരുടെ ഒരു കുറവായിട്ട് കഴിവുകേടായിട്ടോ ഞാൻ കാണുന്നതുമില്ല. പക്ഷെ സ്ത്രീകളല്ല, അതല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള തലച്ചോറ്, എന്താ അതിനെ എനിക്ക് പറഞ്ഞു വയ്ക്കേണ്ടതെന്നറിയില്ല, ഒരു ശക്തി, പവർ, മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് ഒക്കെയുള്ളത് സ്ത്രീകൾക്കാണ്. വിശാലമായി ചിന്തിക്കുന്നവരും സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർക്ക് പക്ഷെ അങ്ങനെയില്ല. അവർ പരസ്പര വിരുദ്ധമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്ത്രീകൾ അതല്ല, അവർക്കൊരു പ്രത്യേക കഴിവാണുള്ളത്. റിൻസൺ ജോഷി അക്ക നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം മോനെ. അതിന് ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും അതിലായാലും പുരാണ ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഏറ്റവും ബുദ്ധിയുള്ളതും കൂർമ്മബുദ്ധിയുള്ളതും അതിബുദ്ധികളും എല്ലാം, കുടിലബുദ്ധിയായാലും അതിബുദ്ധിയായാലും കൂർമ്മബുദ്ധിയായാലും തന്ത്രമായാലും കുതന്ത്രമായാലും എല്ലാം ഉള്ളത്, ധൈര്യശാലികളായാലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് അത് പെണ്ണിന് മാത്രമാണുള്ളത്. ആണ് പോക്കാം. പക്ഷെ ആണിൻ്റെ വിചാരമുണ്ട് താനാണ് കേമനെന്ന്. പക്ഷെ അത് വെറുതെയാണ്. അതെല്ലാ ഗ്രന്ഥങ്ങളായാലും എല്ലായിടത്തും പെണ്ണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളാണ് എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. റീൽസ് ചെയ്യാനായാലും പാട്ടായാലും ഡാൻസ് ആയാലും കലകളായാലും സംസാരിക്കാനായാലും എല്ലാത്തിലും പെണ്ണാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വിഭാഗം. എന്തുകൊണ്ടായിരിക്കും അന്നങ്ങനെ? പുരുഷന്മാർക്ക് എടുത്തുചാട്ടക്കാരാ. ചിലർ പറഞ്ഞു വെച്ചതുപോലെ കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന വിഭാഗങ്ങളാണ് പുരുഷന്മാര്. എടുത്തുചാട്ടം, പെട്ടെന്ന് എടുത്തു അങ്ങ് ചാടും. അതായത് അവരവരുടെ ഈഗോ കാട്ടുവാണ്. ആധിപത്യം, ഈഗോ. ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളേക്കാൾ എനിക്ക് മികച്ചതാകണമെന്നുള്ള ആ ഒരു ഉള്ളിൽ കിടക്കുന്ന അടിമത്ത ഭാവമുണ്ട് പുരുഷന്. തന്നേക്കാൾ മുകളിലേക്ക് സ്ത്രീ ആകരുത് എന്നുള്ളൊരു ഭാവം എല്ലാ പുരുഷനും ഉള്ളതാണ്. ആ ഭാവം പുരുഷനത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക, പക്ഷേ നടക്കുന്നില്ല. എപ്പോഴായാലും പുരുഷൻ പെണ്ണിൻ്റെ പെണ്ണിനടിമപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണ് പുരുഷന്മാരുള്ള കാര്യം പറയാം. പെണ്ണിനടിമകളായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് പുരുഷന്മാർ. എത്ര ആധിപത്യം എടുത്താലും, എവിടെ കിടന്ന് തുള്ളിച്ചാടിയാലും, എവിടൊക്കെ കിടന്ന് ചാടി മറിഞ്ഞ് തല കുത്തി മറിഞ്ഞ് ലാസ്റ്റ് പെണ്ണിനടിമപ്പെട്ട് തന്നെ കഴിയുന്ന വിഭാഗമാണ് പുരുഷന്മാർ. EC സതീഷ് കുമാർ നമസ്കാരം മുത്തേ. അങ്ങനെ പറ്റുള്ളൂ പുരുഷന്മാർക്ക്. അതൊക്കെ പോട്ടെ. നമുക്കിനി സുഹൃത്തുക്കളെ പറ്റി, എങ്ങനെയുള്ളവരെയാണ് സുഹൃത്തുക്കളാക്കേണ്ടത് നമുക്കൊന്ന് പറയാം. സുഹൃത്തുക്കളാക്കേണ്ടത് എങ്ങനെയുള്ളവരെയാണെന്ന് വെച്ചാൽ, എല്ലാവരെയും തുല്യതയോട് കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നമ്മൾ തുല്യതയോട് കാണണം, അല്ലെങ്കിൽ അങ്ങനെ കാണണം, കരുതണം. അതൊക്കെ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും തുല്യതയോട് കാണാനൊന്നും പറ്റില്ല. എന്നാൽ ചില മനുഷ്യരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അത് സൗഹൃദം കൊള്ളാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക്
നമ്മളോടുള്ള ആ പെരുമാറ്റം. ആ പെരുമാറ്റത്തിൽ കൂടി നമുക്ക് മനസ്സിലാവും, ഇയാൾ കൊള്ളാം അല്ലെങ്കിൽ ഇവൾ കൊള്ളാം എന്ന്. ചിലരുണ്ട് നമ്മളോടൊപ്പം സൗഹൃദമായിട്ട് നിന്നുകൊണ്ട് നമ്മളെ ആക്കിച്ചിരിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, അങ്ങനെ ആ ലെവലിലേക്ക് കൂടെ നിന്ന് നമ്മളെ അങ്ങനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെയും ചെയ്തിട്ട് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് കേമത്തം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മളെ കാണുന്ന കളിയാക്കിച്ചിരിക്കും കൂട്ടുകാരോടൊപ്പം ചേർന്ന്. എന്നിട്ട് ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ വരുന്ന ചിലരുണ്ട്. അതല്ലേ എനിക്ക് കൃത്യമായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ, ഞാനിവിടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പലപ്പോഴും ഇവിടെ കമൻ്റ് ഇടുന്നവർ പലരും എൻ്റെ വാട്സപ്പിൽ എന്നോട് കൂട്ടുകൂടാൻ വരുന്നുണ്ട്. ഇവിടെ എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ആൾക്കൂട്ടത്തിൽ നിന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നവർ വാട്സപ്പിലും മെസ്സേഞ്ചറിലും വന്ന് എന്നോട് സൗഹൃദം കൂടാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അങ്ങനെ സൗഹൃദം കൂടുകയാണെങ്കിൽ നാഗ വശംവദയായി പോകും എന്നൊക്കെ. വെറുതെയാ, നിങ്ങളുടെ തെറ്റിദ്ധാരണയത്. ഞാൻ എങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആർക്കും മുന്നിലും വശംവദയായി തീരുന്നവളൊന്നുമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇത്തരത്തിലുള്ള വേലത്തരങ്ങളെല്ലാം തന്നെ എനിക്കറിയാം. നിങ്ങൾ ഏത് തരക്കാരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരെ കഴിവതും അകറ്റി നിർത്തും. അവരാരോടൊപ്പമാണോ നിന്ന് കളിയാക്കാനും പരിഹസിക്കാനും നിന്നത്, അക്കൂട്ടത്തിൽ തന്നെ പോകുക എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങ് ഓടിക്കും. അവരെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളത്തില്ല എന്ന് എനിക്ക് വളരെ വ്യക്തതയുണ്ട്. കാരണം ഞാൻ ലോകമറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ആളുടെ കൂട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കോടിക്കണക്കിന് ആളുകൾ എനിക്കല്ലാതെയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. പക്ഷെ ആ ആൾക്കില്ല. ആ ആളുടെ വിചാരം എന്താണ്? ഞാനുണ്ടെങ്കിൽ മാത്രമേ നാഗയുള്ളൂ. അയ്യോ നാഗയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ട് എന്നായിരിക്കും ആ ആളിൻ്റെ വിചാരം. അത് വളരെ തെറ്റായ വിചാരമാണ്. നിങ്ങളില്ലെങ്കിലും എനിക്ക് കോടിക്കണക്കിന് ആളുകൾ, സൗഹൃദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആകണം. നിങ്ങൾ ആരെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ എങ്ങാനും ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ നിങ്ങൾ സഹിച്ചു പുറത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവോയ്ഡ്. കാരണം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോഴേ, നിങ്ങളുടെ നിത്യജീവിതത്തിലൊക്കെ നിങ്ങൾ പല മുഖങ്ങളും കാണുന്നുണ്ടോ, പല ആളുകളെയും കാണുന്നുണ്ടോ, അവരെയൊക്കെ ഒന്ന് കൂട്ടുകൂടണം. ഞാനെങ്ങനെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ അരികിൽ ആരെങ്കിലും മിണ്ടാനായിട്ട് വരുന്നുണ്ടേ ഞാൻ അവരെയും കൂട്ടുകൂടും, മിണ്ടും. അപരിചിതരായിരിക്കും, അപരിചിതരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. പണ്ടും എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപരിചിതരായിട്ടുള്ളവരോട് മിണ്ടരുത്, അടുക്കരുത്, കൂട്ടുകൂടരുത്, അവരെന്തെങ്കിലും തന്ന വാങ്ങിക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് ഞാൻ കേൾക്കുമോ? ഏറ്റവും കൂടുതൽ ഞാൻ അപരിചിതരോടാണ് മിണ്ടുന്നത് തന്നെ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് മിണ്ടരുത്, ഇങ്ങോട്ട് മിണ്ടരുത്, എവിടെ തിരിഞ്ഞാലും മിണ്ടരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്. മടുപ്പ് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ. പിന്നെ എപ്പോഴാ നമ്മൾ നോക്കുകയും മിണ്ടിയൊക്കെ ചെയ്യേണ്ടത്? എപ്പോഴാ മരണപ്പെട്ടു പോകുന്നത്? ഈ പറയുന്ന ആളുകളൊന്നും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചിന്തിക്കുമല്ല, മരണത്തെപ്പറ്റി ഒന്നും ഓർമ്മയിൽ അവരുടെ എത്തുന്നില്ല എന്നതാണ്.
നിങ്ങളെപ്പോഴും മരണത്തെപ്പറ്റി നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തണം. രോഗാവസ്ഥ, മരണാവസ്ഥ, അതൊക്കെ നിങ്ങളുടെ, അതായത് രോഗാവസ്ഥ മരണാവസ്ഥ ആർക്ക് വരുന്നതാണ്? നിങ്ങൾക്ക് വരുന്നത് നിങ്ങളൊന്ന് ഓർമ്മയിൽ കൊള്ളണം. ഒരു രോഗമായിട്ട് കിടക്കുമ്പോഴേ നിങ്ങളിപ്പോൾ പറയാണ് അവരോട് മിണ്ടല്, ഇവരോട് മിണ്ടല്, അങ്ങനെ എല്ലാവരോടും നിങ്ങൾ മിണ്ടരുത് 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 എന്ന് പറയുമ്പോൾ രോഗമായിട്ട് കിടക്കുന്ന ആ സമയത്ത് നിങ്ങളെ ഒന്ന് നോക്കാനോ കാണാനോ ആരും വരാതെയാവും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആത്മാവ് അതെല്ലാം കേൾക്കുകയാണ്. ആത്മാവാണ് കേൾക്കുന്നത്. അപ്പോൾ ആത്മാവ് അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ പറയുകയാണ് അവിടോട്ട് പോകരുത്, ഇവിടോട്ട് പോകരുത്, ഇതെല്ലാം നിങ്ങളുടെ ആത്മാവ് കേട്ട് നിങ്ങളുടെ ബ്രെയിനിൽ പതിപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ ആത്മാവ് മീൻസ് മനസ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സംശയങ്ങളുണ്ടാകും. ശരീരം പറയുന്നു അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. അതുപോലെ തന്നെ മനസ്സ് പറയുന്നു അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഓൾറെഡി ഭ്രാന്ത് പിടിച്ചു പോകും. നോക്കരുത്. ലാസ്റ്റ് എനിക്ക് നിങ്ങളുടെ സംസാരം ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി. ലാസ്റ്റ് നിങ്ങൾക്ക് ആളും പേരും ഒന്നും ഇല്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സൗഹൃദങ്ങളെ കൂട്ടണം. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? നിങ്ങൾ ആ സൗഹൃദത്തെ മാറ്റിക്കളഞ്ഞാൽ മതി. അതുവരെ എപ്പോഴും നിങ്ങളുടെ സൗഹൃദങ്ങളെ മുറുകെ പിടിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ വെളിയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഹോസ്പിറ്റലിൽ തന്നെ. അവിടെ പോയപ്പോഴേ സൗഹൃദങ്ങൾക്ക് എനിക്കൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. സഹായിക്കുവാൻ ഒരു ധാരാളം ആളുകളുണ്ടായിരുന്നു. നമ്മൾ ആവശ്യപ്പെടണം, അപ്പോൾ മാത്രമേ വരുള്ളൂ. അപരിചിതരായിട്ടുള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ അവർ നമ്മുടെ അടുക്കളേക്ക് വരണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോഴേ നമ്മൾ ചോദിക്കണമെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ. ധാരാളം ആളുകളുണ്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? ഞാനിവിടെ ചെയ്തു എനിക്കങ്ങനെയാ. ഞാൻ ആരോടും ഇന്ന് വരെ അങ്ങോട്ട് മിണ്ടരുത് ഇങ്ങോട്ട് മിണ്ടരുത് എന്നൊന്നും പറഞ്ഞ് ആളുകളെ പിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും നല്ല കൂട്ടായിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതെൻ്റെ ആത്മാവ് കേൾക്കുന്നുണ്ട്, എൻ്റെ മനസ്സും അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സും ആത്മാവും എനിക്കെപ്പോഴും ആളും പേരും ഇങ്ങനെ കൊണ്ടെത്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ എവിടെയായാലും ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ വിളക്കെല്ലാം കൊളുത്തിട്ട് രാത്രികളിൽ ആ ക്ഷേത്ര മുറ്റത്തുകൂടി ഒന്നുകിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇതേ സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കും, പാട്ടും ഭജനയൊക്കെ കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ഇങ്ങനെ ഉലാത്തും. അപ്പോൾ ഞാനും ദേവിയും തമ്മിൽ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ദേവി, പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കും. എൻ്റെ ഏറ്റവും നല്ല സൗഹൃദം ദേവിയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല സൗഹൃദം. പിന്നെ ഇവിടെ വരുന്നവർ പലർക്കും പല വിചാരമുണ്ട്. ഞാനെപ്പോഴും ചിലർ ഇത് പറയും ഞാനെപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന്. ചിലർ പറയും ഞാനെപ്പോഴും സുഖിപ്പിച്ച കാര്യം പറയുന്ന ഒരാളാണെന്ന്. ചിലർ പറയും ഞാൻ സുഖിപ്പിച്ച കാര്യം പറയുന്ന ഒരാളാണെന്ന്. ചിലർ പറയും ഞാൻ ദേഷ്യക്കാരിയാണെന്ന്. അവരുടെ ദുർമുഖ ദേഷ്യ എങ്ങനെ അടുപ്പം തോന്നും എന്ന് ചിലർ പറയും. ചിലർ പറയും അവരിത്തിരി പഞ്ചാരയാ.
അവർ സുഖപ്പീര എന്നും പറയും. അപ്പം ഇതിന് രണ്ടിനും ഞാൻ വിചാരിക്കും, ചേടാ ഇതെന്താ രണ്ട് കൂട്ടരും രണ്ടിത് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർ രണ്ടുപേരും അവർക്കുള്ള അനുഭവത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. ഞാൻ മറ്റുള്ളവരോട് കാട്ടുന്ന പ്രവൃത്തിയും പറച്ചിലുമാണ് ഇവരോരോരുത്തരും അവിടെ വന്ന് പറയുന്നത്. ഞാൻ ആരെങ്കിലും മോനെ, മോളെ, മക്കളെ, പൊന്നെ, തേനെ, പാലെ, പൊന്നുമോനെ അല്ലെങ്കിൽ മോളെ എന്നെങ്ങനെ വിളിക്കുവാണെങ്കിൽ അത് കാണുന്നവരും കേൾക്കുന്നവരും പറയും, കണ്ടില്ലേ സ്നേഹപ്രകടനം, ഒലിപ്പീര്, സുഖപ്പീര്, പഞ്ചാര എന്ന് പറയും. അതുപോലെ ഞാൻ വേറെ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ദൂരെ നിന്ന് കാണുന്ന ആൾ പറയും, കണ്ടില്ലേ അവർക്ക് ഒട്ടും സ്നേഹമില്ല, അവർ സ്നേഹമില്ലാതെയാണ് ആളുകളോട് പെരുമാറുന്നത്, നിങ്ങളോട് എങ്ങനെ അടുക്കാൻ തോന്നും എന്നും പറയും. എന്നാൽ അവർ സ്വയം എന്നോട് ആരും നേരിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സംഭവിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്? അതങ്ങ് വന്നു പോവുക. നിങ്ങൾ വളരെ മനോഹരമായിട്ട് സംസാരിച്ചാൽ എല്ലാവരും നിങ്ങളോട് മനോഹരമായിട്ട് തന്നെ പെരുമാറും. അതിൻ്റെ ഇടയ്ക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ സുഖപ്പീരാണ്, തേനൊലിപ്പാണ്, പഞ്ചാരയാണെന്നൊക്കെ പറയുവാണെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും മിണ്ടാൻ തോന്നൂല. എനിക്കങ്ങനെയാ, എനിക്ക് മിണ്ടാൻ തോന്നൂല. കാരണം ഞാൻ വളരെ ഭംഗിയായിട്ട് എന്തായാലും ഞാൻ മരണപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പം അതിനു മുമ്പേ നിങ്ങൾക്ക് ഇത്തിരി ഇഷ്ടവും സ്നേഹവും വാത്സല്യവും ഒക്കെ തരാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് വലിയ അടുപ്പത്തിൽ വരുന്നണ്ണേ, നിങ്ങളൊക്കെ എന്നെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിച്ചാൽ, അതായത് നിങ്ങളുടെ ശരികളായിരിക്കും അത്, നിങ്ങളുടെ ഉള്ളിൽ എന്നെ മോശമെന്ന് അത്തരം പ്രവൃത്തി അല്ലെങ്കിൽ അത്തരം സംസാരം, അത്തരം ചേഷ്ടകൾ, അത്തരം പെരുമാറ്റം നാകിൽ നിന്നുള്ളത് മോശമാണ് എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പ്രതികരിച്ചാൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുക്കിലേക്ക് കൂട്ടുകൂടാൻ വരില്ല. കാരണം എന്നെ അവഗണിക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്നിടത്തേക്ക് എനിക്ക് പിന്നെ വന്നു ചേരാൻ കഴിയില്ല. ഞാനൊരു ആത്മാഭിമാനിയാണ്. മുൻപത്തെ വീഡിയോസ് പോയി കാണും, ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ എനിക്കിന്ന് നല്ലൊരു കമൻറ്റ് വന്ന് കിടപ്പുണ്ട്. സൂരജ് ബാലകൃഷ്ണൻ, അമ്മച്ചി എന്ത് തേങ്ങയാണെന്ന് പറയുന്നതെന്ന്. എടാ നാറി, നിന്നെ കണ്ട നല്ലൊരു അപ്പൂപ്പൻ ലുക്കുണ്ട്. നീയാണ് എന്നെ കയറി അമ്മച്ചി എന്ന് വിളിക്കുന്നത്. നീ കണ്ണാടി ചെന്ന് നോക്ക്, നിന്റെ ആട്ടെ കഷണ്ടി തെളിഞ്ഞിരിക്കുമോ? നിന്റെ ആ തലമണ്ട നോക്കി, ആ കൂടെ നിൽക്കുന്നത് ആരാ? നിന്റെ മോളാണോ അതോ കിട്ടിയവളാണോ? നിന്നെ എങ്ങനെയാണോ ആ പെണ്ണെ ഇഷ്ടപ്പെട്ടത്? നിന്നെ കണ്ടാൽ തന്നെ ഒരു അപ്പൂപ്പൻ്റെ ലുക്കുണ്ടല്ലോ. എടാ കാണാൻ കൊള്ളാത്തന്നെ സൂരജ് ബാലകൃഷ്ണൻ, നീ എന്നെ കയറി അമ്മച്ചി എന്ന് വിളിക്കുന്നു. ആണ്ടേ അവിടെ കഷണ്ടി വരെ തെളിഞ്ഞ് കാണാം. എടാ കഷണ്ടി, സൂരജ് ബാലകൃഷ്ണൻ കഷണ്ടി. അവൻ്റെ കൂട്ടുകാരെങ്ങനെ ഈ ലൈവിലുണ്ടെങ്കിൽ അവനെ ഇനി അങ്ങനെ വിളിക്കണം കേട്ടോ, കഷണ്ടി 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 എന്ന്. ഞാൻ നന്നായിട്ട് ബോഡി ഷേമിങ് ചെയ്യും കേട്ടല്ലോ. എൻ്റെ സൂരജ് സന്തോഷ് കുമാർ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അവനത് കിട്ടണം. അതുകൊണ്ട് ആളുകളെല്ലാം നടിച്ചിരിച്ചുകൊണ്ട് വരുന്നു. നിന്റെ കഷണ്ടി തലയനാടാ, നീ കഷണ്ടി തലയനാ, കഷണ്ടി. ആ കഷണ്ടി തലയും വെച്ചോണ്ട് എന്നെ കയറി അമ്മച്ചി എന്ന് വിളിക്കുക. സുന്ദരിയും ചെറുപ്പക്കാരിയുമായിട്ടുള്ള എന്നെ കയറി കഷണ്ടി സൂരജ് എന്നാണ് ഒരാൾ നിനക്ക് വിളിയും വന്ന്. അയാൾ വിളിക്കുകയും ചെയ്തു നിന്നെ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മറ്റുള്ളവരെ അമ്മച്ചിന്നും തള്ളേന്നൊക്കെ കയറി വിളിക്കുന്നതാണ്, സൂക്ഷിക്കണം. സന്തോഷ് രാജൻ ആണ്ട് ആമ്പിള്ളേരെല്ലാം ചിരിക്കുക. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? കിട്ടേണ്ടത് കിട്ടി. ബിനീഷ് ചന്ദ്രയുടെ മുട്ടയെന്ന്
സൂരജ് കരയുന്നു. കരയുവന്ന് ചിരിക്കുവന്ന്. കരയുവാന്ന് തോന്നുന്നു. മതി മക്കളെ, നിങ്ങളെല്ലാവരും ചിരിച്ചത്. റിൻഷൻ ജോഷി, ബിനീഷ്, സന്തോഷ് രാജൻ. മതി മക്കളെ, നിങ്ങൾ ചിരിച്ചത് മതി. അപ്പോൾ ഇപ്പോൾ ലോലഹൃദയന അതുകൊണ്ട് അവിടെ കിടന്ന് കീറിക്കൊണ്ടിരിക്കുന്നു, കരയുന്നു, എൻ്റെ കണ്ണുനീര് പൊഴിക്കുന്നു. നിങ്ങളിനി അവനെ എന്നെ കഷണ്ടിന്ന് വിളിക്കല്ലേ. സൂരജ്, ബിനീഷ്, സന്തോഷം. മതി. അവ ഇപ്പം മരിക്കും. ഓക്കെ എന്ന് പറയുന്നു. ഇനി കഷണ്ടിന്ന് വിളിക്കരുത്. അപ്പോൾ എന്നെ അമ്മച്ചിന്ന് അങ്ങ് വിളിച്ചും പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. നിങ്ങളിനി ഒന്നും പറയല്ല. അവനിപ്പം കരയിങ്ങാണ്ട് കരഞ്ഞ സ്റ്റിക്കർ കിട്ട്. മതി. ലോലഹൃദയന വിട്ടേക്ക് പോട്ടെ. പാവം ചെറുക്കൻ. അല്ലെങ്കിൽ ഇനി ഈ ലൈവോടുകൂടി അവൻ്റെ ഹൃദയം നൊന്ത് അവൻ ഇനി കണ്ണാടി ചെന്ന് ഇനി 5-6 വട്ടം ആ തിരുമോന്ത നോക്കും. എന്നെ അമ്മച്ചിന്ന് വിളിച്ചാൽ ആ അമ്മച്ചിന്ന് വിളിക്കുന്നവരെ ഞാൻ നിർത്തി പൊരിച്ച്. സന്തോഷ് രാജൻ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ കിട്ടി, പുള്ളിക്ക് മതിയായി. ഞാനങ്ങനെയാണ്. ഞാൻ നന്നായിട്ട് ബോഡി ഷേമിങ് ചെയ്യും. കാരണം എന്നെ എല്ലാവരും ബോഡി ഷേമിങ് ചെയ്ത് എന്നെ ഒരു പരുവാക്കി ഇട്ടേക്കും. അപ്പോൾ എനിക്ക് തിരിച്ച് ചെയ്താൽ എന്ത് കുഴപ്പം. സൂരജ് എല്ലാം തികഞ്ഞ വ്യക്തി. പിന്നെ കള്ളമാണ്. അവിടെ ഞാനാണോ പെറ്റത് എന്നെ അമ്മച്ചിന്ന് വിളിക്കാൻ? എന്നെ കയറി അമ്മച്ചിന്ന് വിളിച്ചേക്കുന്നു. എടാ ഇറക്കാൻ, ഞാൻ ഇന്നത്തെ ദിവസം ഇനി ഉറങ്ങത്തില്ല. നീ എന്നെ കയറി അമ്മച്ചിന്ന് വിളിച്ച്. മാത്രമല്ല നിന്റെ കഷണ്ടി തലയും കൂടിയായിരുന്നു. ഇനി അത് നിന്നെ ഓർമ്മിപ്പിക്കുന്നതുമില്ല. സുന്ദരിയായ പെൺപിള്ളേരെ കയറി ഇങ്ങനെ, അതും ചെറുപ്പക്കാരിയായിട്ടുള്ള പെണ്ണ്, നല്ല ബോഡിയിലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു യുവതിയെ കയറി അമ്മച്ചിന്ന് വിളിച്ചാൽ നീ എന്തു പറയുന്നത്? എങ്ങനെ താങ്ങാൻ പറ്റും എനിക്കത്? അതെ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ഇനി അങ്ങനെ പെൺപിള്ളേരെ കയറി ഒന്ന് അമ്മച്ചിന്നും അമ്മയെന്നും തള്ളയെന്നും ഒന്നും വിളിക്കരുത്. പെൺപിള്ളേരൊക്കെ നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് വാക്കുകൾ കൊണ്ട് ആക്രമിക്കും. അന്തം കമ്മി. നീ ഇവിടെ നിന്റെ ജീവചരിത്രം വന്ന് എഴുതിയിട്ടേക്കുക. അത് ഞാൻ വായിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ തന്നെ അത് വായിച്ചിരുന്ന് പഠിക്ക്. അന്തം കമ്മി. നീ തന്നെ ഈ എഴുതിയത് ഒരു 10 പ്രാവശ്യം എംപോസിഷനും എഴുതി ഒരു 10 പ്രാവശ്യം കുത്തിയിരുന്ന് വായിക്ക് കേട്ടോ. വായിക്കുക. എൻ്റെ പൊന്നുമോൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് എന്തോ ഇരുന്ന് വലിച്ചു കീറണമെന്ന് പറഞ്ഞത്. എല്ലാം ഇരുന്ന് കീറി വായിക്കുക. എൻ്റെ പൊന്നുകുഞ്ഞ് വായിക്കുക. നീ എഴുതിയിട്ടതൊന്നും ഞാൻ വായിക്കുന്നില്ല. അതൊന്നും ഞാൻ വായിക്കുന്നേയില്ല. നീ തന്നെ ഒന്ന് നോക്കുക. അത് നീ എഴുതിയിട്ടതൊക്കെ നിനക്ക് തന്നെ വായിക്കാൻ കൊള്ളാമോന്ന്. നീ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുക്ക് വായിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ഒരു പുസ്തകമാക്കി അച്ചടിച്ചിറക്ക്. ഇങ്ങനെ നിൻ്റെയൊക്കെ ഇതുപോലെയുള്ള സാഹിത്യ രചനകളൊക്കെ എല്ലാവരും ഇന്ന് വായിക്കട്ടെ. കുറേ എണ്ണത്തിൻ്റെ ഇതുപോലെയുള്ള സാഹിത്യ രചനകളൊക്കെ ഞാൻ വിറ്റ് പൈസയാക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നെഗറ്റീവ് കമൻസ് പ്ലസ് പോസിറ്റീവ് കമൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. നിന്നെപ്പോലുള്ളതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള കമൻസുകൾ ഞാൻ എടുത്തിട്ട് അവിടെ കൊണ്ടിട്ട് പൈസയാക്കുന്നുണ്ട്. അത് നിനക്കറിയാവോടെ? അന്തം കമ്മി. നീ അന്തം കമ്മിയല്ല, നീ അന്തനാണ്. നീ അന്തൻ. കാരണം നിനക്ക് കണ്ണ് കാണാൻ വയ്യ, ഉൾക്കാഴ്ചയില്ല. നിന്റെ ഈ കമൻറ്റ് ഞാനിപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോയി നിന്നെ ഞാൻ നല്ലൊരു വിൽപ്പനച്ചരക്കാക്കും. നിന്നെ എനിക്ക് വേണം. അന്തം കമ്മി. നിന്നെ വെച്ച് ഞാൻ കുറേ ഉണ്ടാക്കും. നിന്നെ വെച്ച് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം. എന്ത് ചെയ്യാൻ? അവിടെ ഈ നെഗറ്റീവ് കമൻറ്റ് വായിക്കാനായിട്ട് ആൾക്കാർ വരും.
അങ്ങനെ കുറേ എണ്ണമുണ്ട് നെഗറ്റീവ് നോക്കി നടക്കുന്നത്. സന്തോഷ് രാജൻ, മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യൂ അവനെ. ആ, അത് ചെയ്തു. അവൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ നെഗറ്റീവ് കമൻസിൽ ഇട്ടിട്ട് ഇവനെ എടുത്ത് ഞാൻ പിന്നെ എന്താ എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാൻ പോവുക. അവിടെ കൊണ്ടിട്ടിട്ട് അവിടുത്തെ സെല്ല് തുറന്നങ്ങിടും. സെല്ല് തുറന്നിടുക എന്ന് വെച്ചാൽ അതിൻ്റെ മീൻസ് കമൻറ്റ് ബോക്സ് തുറന്നിടും. എന്നിട്ട് അവൻ അവിടെ കിടന്ന് അവൻ്റെ സാഹിത്യരചനകൾ മുഴുവൻ എഴുതട്ടെ. നിന്നെ ഞാൻ എൻ്റെ മെൻ്റൽ ഗ്രൂപ്പ് എന്ന അവിടേക്ക് കൊണ്ടുപോവാണ്. അവിടെ കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ട്. റിൻസൺ ജോഷി, സ്ക്രീൻഷോട്ട് ഞാൻ തരാം. അവിടുത്തെ ഒരു ഡോക്ടറാണ് റിൻസൺ ജോഷി. ഇവിടെ എൻ്റെ ശിഷ്യന്മാരും എൻ്റെ ചാരിറ്റി പ്രവർത്തകരും എൻ്റെ സൈക്കോളജിസ്റ്റ് ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടെ നിങ്ങൾക്കൊക്കെ പണി തരും. പണി തന്നിട്ട് പിന്നെ എന്നെ കുറ്റം പറയാനായിട്ട് ആരും വരില്ല. നിങ്ങൾ ചികിത്സിക്കാൻ കൊണ്ടുപോവാണ് അവരെ ഒന്നും പറയരുത്. കാരണം വട്ട് പിടിച്ച് നിന്നെയൊക്കെ ചികിത്സിക്കാൻ കൊണ്ടുപോവുക അതിന് പ്രത്യേകം ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ എൻ്റെ ഈ ലൈവിൽ വരും. ഇതിനകത്ത് വന്ന് പ്രാന്ത് പറയുന്ന പരസ്പര ബന്ധമില്ലാതെ വന്ന് പ്രാന്ത് പറയുന്ന എല്ലാത്തിനെയും എടുത്ത് ഡോക്ടർമാർ കൊണ്ടുവന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിടും കേട്ടോ. അവിടുത്തെ ഒരു ഡോക്ടറാണ് റിൻസൺ ജോഷി, ഒരു ചാരിറ്റി പ്രവർത്തകനുമാണ്. റിൻസൺ ജോഷിയൊക്കെ ഒരു എന്താ ഇതുവരെ ആയിരുന്നില്ല, പക്ഷെ അവിടുത്തെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഞാൻ ഇപ്പോഴാക്കി, ഈ നിമിഷമാക്കി. കൊള്ളാം, ഈ ഡോക്ടർ കൊള്ളാം. വെട്ടുകള അല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ എന്തിൻ്റെ സുഖം. എനിക്ക് വട്ടാന്ന് എങ്ങനെ മനസ്സിലായി? എടാ കുഞ്ഞെ, നിനക്ക് വട്ടാന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ട. നീ മേളിൽ എഴുതിയിട്ടത് വായിക്കുമ്പോഴേ മനസ്സിലാവും. വിനീഷ് വട്ട് പിടിച്ചവളെ, നീ ഏത് ചാരിറ്റിയിലാണ് ഉള്ളത്? മക്കളെ, അവൻ്റെ ആ കമൻറ്റും കൂടെ എടുത്തരാം, നമുക്ക് പൈസ ഉണ്ടാക്കാം. എന്ത് ചെയ്യേ ഇവിടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എന്ത് ചെയ്യേ മോനെ? എനിക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. വിനീഷ് വട്ട് പിടിച്ചോളേന്ന് പറഞ്ഞു. അതാണ്ട് ഒരു വട്ടൻ അടുത്ത വട്ടം വന്നു. അവൻ്റെയും കൂടെ കമൻറ്റ് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവരെയും കൂടെ പിടിച്ച് നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ എടുത്തിടണം. എന്നിട്ട് അവൻ്റെ കമൻ്റ് എടുത്ത് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് കമൻസിൽ ആ ചാനലിൽ ഇടണം. അപ്പോൾ ആ ചാനലിലും കിടന്ന് ഇവരുടെ കമൻറ്റ് കിടന്ന് ഓടും. ഇവർ മറ്റേ മെൻ്റൽ ഹോസ്പിറ്റലിലേക്കും വരും. അപ്പോൾ രണ്ടിൽ നിന്നുള്ള കാശ് നമുക്ക് കിട്ടും. അത് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിനും അതിനും ഇതിനും ഒക്കെ എടുക്കാം. റിൻസൺ ജോഷി, ബുദ്ധി മനസ്സിലാവുന്നുണ്ടോ മോനെ ഞാൻ പറയുന്നത്? എപ്പോഴും നമ്മൾ യുക്തിബോധമുള്ളവരായിരിക്കണം. ബുദ്ധിയൊക്കെ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ കമൻ്റ് എടുത്തു. ഇവറ്റകളെ ഇതൊക്കെ നമുക്ക് അവിടെ വരുത്തണം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുത്തണം. എന്നാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ഇവറ്റകളുടെ ഒന്നും കമൻസുകളൊന്നും ഈ വട്ടത്തികളെയൊക്കെ അവരുടെയൊക്കെ കമൻസ് നമുക്ക് വേണം. പിന്നെ കള്ളമാണ്. ഒരു ലൈവ് ഇടുമ്പോൾ വന്ന് ബുദ്ധി വെച്ച് നമുക്ക് കളിക്കണം. ഇതിനെയൊക്കെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കണം. ഇത്രയും ഭ്രാന്തായിട്ടായിരിക്കും എൻ്റെ ലൈവിലോട്ട് വരുന്നത്. ഈ കുഞ്ഞ് ഭ്രാന്തായിട്ടായിരിക്കും വരുന്നത്. ഞാൻ അവരെ വലിയ ഭ്രാന്തിൻ്റെ ഉടമകളാക്കും. ചിലർ കണ്ടിട്ടില്ലേ, ചില ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഒരു കുഞ്ഞൊരു എന്താ പറയുക, ഒരു മുള്ള് കാലിൽ കൊള്ളുന്ന ഒരു കാലിലൊരു കുഞ്ഞു മുള്ളു കൊള്ളും. അപ്പോൾ അതും പൊക്കി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലും. ആ കാലിൽ കുഞ്ഞു മുള്ളും കൊണ്ട് അതും എടുത്ത് ഹോസ്പിറ്റലിൽ പോകും ചികിത്സിക്കാൻ. അവിടെ ചെല്ലുമ്പോഴേ ഡോക്ടർമാരെല്ലാം പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ഒരു കുഞ്ഞു മുള്ളു, അതിൻ്റെ ഒരു അറ്റമെങ്ങാണ്ടൊന്ന് കൊണ്ടതേ ഉള്ളായിരിക്കുമല്ലോ. ഡോക്ടർ പിന്നെ പറയും ചെക്കപ്പ് ചെയ്യണമെന്ന് പറയും.
പിന്നെ പറയും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും, പിന്നെ പറയും അവിടെ ഓപ്പറേഷൻ ചെയ്യണം, ഇവിടെ ഓപ്പറേഷൻ ചെയ്യണം, മറ്റേത്. പിന്നെ അവരെ ഒരുമാതിരി പരുവാക്കും. അതുപോലെ ആക്കി തീർക്കും ഞാൻ. നീയൊക്കെ ഒരു കുഞ്ഞു കാര്യം ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ടാൽ മതി, നിന്നെയൊക്കെ ഞാൻ മുഴുവൻ അടിമകളാക്കും. യുക്തിയുള്ളവരാണ് ഒരു പ്രതിമ ഉണ്ടാക്കി ആരാധിക്കുന്നത്. എന്താ അതിനെ ആരാധിച്ചാൽ എന്താ കുഴപ്പം? യുക്തി എനിക്ക് കൂടുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെച്ച് ആരാധിക്കുന്നത്. അതെല്ലാം പോട്ടെ, ഈ യുക്തി നിനക്കില്ലല്ലോ. പ്രതിമ വെച്ച് ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കുഴപ്പം? ഞാൻ ആരാധിക്കും, ആരാധിക്കാതിരിക്കും ഒക്കെ ചെയ്യും. അത് എൻ്റെ ഇഷ്ടം, അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ അതിനെ പൂജിക്കും, ചിലപ്പോൾ എനിക്ക് തോന്നും അതിനെ പൂജിക്കണമെന്ന് തോന്നും, ചിലപ്പോൾ എനിക്ക് തോന്നും അതിനെ പൂജിക്കേണ്ടതെന്ന് തോന്നും. അത് എൻ്റെ മൈൻഡ് എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സൊരു ഭ്രാന്താവസ്ഥയിലുള്ള മനസ്സാണ്. അപ്പം ഞാൻ ഈ എഴുതുന്ന മുഴുവനും അതുപോലെയാണ്, പറയച്ചിലും എഴുതത്തിലും മൊത്തം അതുപോലെയാണ്. അപ്പം ഇതിൻ്റെ ഒന്നും അർത്ഥമൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ എന്തിനെയാണ് ആരാധിക്കുന്നതെന്നും, നിങ്ങളുടെ കണ്ണിൽ ഇതൊരു പ്രതിമയാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് അല്ലെങ്കിൽ ആ പറയുന്നതിൻ്റെയൊക്കെ ഉള്ളുകളിലേക്ക് പോകാനുള്ള കഴിവൊന്നും നിൻ്റെ ആ കുഞ്ഞു തലച്ചോറിനില്ല, താങ്ങത്തില്ല. ഓവർ പോസിറ്റീവ് നിൻ്റെ തലച്ചോറ് താങ്ങത്തില്ല. അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവോ ഒന്നും നിനക്കില്ല. നിന്റെ തല പൊട്ടിപ്പോകും. അതുകൊണ്ട് മെല്ലെ മെല്ലെ നീ അത് മനസ്സിലാക്കിയാൽ മതി. റിഷാൻ യൂസഫ്: ചേച്ചി, ലാലു എന്ന ഒരു തെണ്ടി പൈസ കടം വാങ്ങി തരുന്നില്ല, ഒന്ന് ഉപദേശിക്കാമോ? ലാലു എന്ന ഒരുത്തൻ അല്ല ചേച്ചി, ലാലു എന്ന ഒരു തെണ്ടി പൈസ കടം വാങ്ങി തരുന്നില്ല, ഒന്ന് ഉപദേശിക്കാമോ? റിൻഷൻ യൂസഫ്: എൻ്റെ പൊന്നു മോനെ, ലാലു എന്ന അത് തെണ്ടിയാണെന്നറിഞ്ഞിട്ടും നീ എന്തിനാടാ കടം കൊടുത്തത്? ഞാൻ ശരിക്കും പറഞ്ഞ ഉപദേശിക്കേണ്ടത് ഇപ്പം ലാലുവിനെയാണോ നിന്നെയാണോ മോനെ? അതൊരു തെണ്ടിയാണെന്ന് നിനക്കറിയാം. നീ ഇവിടെ എഴുതിയും വയ്ക്കുന്നുണ്ട് അതൊരു തെണ്ടിയാണെന്ന്. ആ തെണ്ടികൾക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ അത് തരുന്നില്ലെന്ന്. നീ ഒന്ന് മനസ്സിലാക്കണം. കടം ചോദിക്കുന്നവർ ഇനി യുക്തിപൂർവ്വം ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ഒരാൾ കടം വാങ്ങുക, എന്തിനായിരിക്കും കടം വാങ്ങുന്നത്? അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ വന്ന് കടം വാങ്ങുന്നത്. ഉണ്ടെങ്കിൽ അവർ നിന്റെ അടുക്കൽ വന്ന് കടം വാങ്ങുമോ കുഞ്ഞെ? മോൻ തന്നെ പറ. ആ ആൾക്ക് പണം ഉണ്ടെങ്കിൽ വന്ന് കടം വാങ്ങുമോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ടല്ലേ വാങ്ങിയത്. പിന്നെ ആ ആളിനോട് ചോദിക്കാൻ ചെന്നാൽ ആ ആള് തരുമോ? അയാളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പൊന്നിനോട് വന്ന് ചോദിച്ചത്. പിന്നെ അതിൻ്റെ പിന്നാലെ എൻ്റെ പൈസ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്ന് അയാൾ ഇനി വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിക്കേണ്ട ഗതികേട് വരും. അങ്ങനെ അയാൾ ഒരു കടക്കാരനായി തീരും. ഇനിയെങ്കിലും ആർക്കും കടം കൊടുക്കരുത്, മനസ്സിലായോ? അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കൊടുക്കങ്ങ് ഈ പൈസ ഇനി എനിക്ക് വേണ്ട, കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങ് വിട്ട് കളയണം. പൊന്ന് തന്നെ പറയുന്നുണ്ട് അവൻ എന്തോ ഒരു തെണ്ടിയാണെന്ന് പറയുന്നുണ്ട്. തെണ്ടികൾക്ക് പൈസ കൊടുത്താൽ അവർ പിന്നെ തിരിച്ചു തരത്തില്ല കുഞ്ഞെ. പ്രത്യേകിച്ച് കടം കൊടുക്കരുത്. അല്ലെങ്കിൽ അങ്ങ് പോട്ടെ, അങ്ങ് വിട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടേക്കണം. ഇതിപ്പോൾ എനിക്ക് അയാളെയല്ല ഉപദേശിക്കാൻ തോന്നുന്നു, പൊന്നിനെയാണ് ഉപദേശിക്കാൻ തോന്നുന്നത്. ഇനി ആരെങ്കിലും അയാളിനി ഈ ലൈവ് കാണുവാണെങ്കിൽ അത് എൻ്റെയോട് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ കുഞ്ഞിൻ്റെ പ്രാക്ക് കിട്ടാതെ പിന്നെ ശാപം കിട്ടാതെ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കുക. ഉള്ള സങ്കടം മൊത്തം നാണ്ട് ഈ ലൈവിൽ വന്ന് പറയുന്നത്. അത് കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ കാശായിരിക്കും, അതങ്ങ് തിരിച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ. അത് ഇനിയും വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങും. അതുകൊണ്ട് ഈ ലാലുവിനോട് ഞാൻ പറയുന്നു, ആരെങ്കിലും കയ്യിൽ നിന്ന് വേണ്ട, നീ ഇനി വലിയ കടക്കാരനായി തീരും.
ജോലി ചെയ്ത് ആണ്ട് റിൻഷാൻ യൂസഫ് ആ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ ലൈവിനകത്ത് വന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. എന്നെ ബിനീഷ് ചന്ദ്രോത്ത് എന്ന ചങ്ങായി എന്നെ കഷണ്ടിന്ന് വിളിച്ച് കളിയാക്കുക. സൂരജ് ഇവരുടെ എത്ര നല്ല ഉപദേശമാണ്. സജീജോ കഷ്ടമെന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ പറയാം. ഇവരുടെ എൻ്റെ പൊന്നു കുഞ്ഞ് നീ പോയിന്ന് ഉപദേശിക്ക്. എൻ്റെ ഉപദേശം നിനക്ക് കൊള്ളൂല എന്നുണ്ടെങ്കിൽ പൊന്നിവിടെ ലൈവിലുണ്ടല്ലോ, പോയിന്ന് ഉപദേശിച്ചിട്ട് പോവാ. എന്നേക്കാൾ നല്ല ഉപദേശം കൊടുക്ക്. എന്നെ ബിനീഷ് ചന്ദ്രോത്ത് എന്ന ചങ്ങാതി എന്നെ കഷണ്ടി മക്കളെ മതി. അവൻ ലോല ഹൃദയനെ കഷണ്ടിയിൽ നിന്ന് വിളിച്ചത് മതി, നിർത്ത്. ബിനീഷ് ചന്ദ്രോത്തെ കഷണ്ടിയിൽ നിന്നൊന്നും വിളിക്കരുത് കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളും കഷണ്ടിയായി പോകും. ഞാൻ വിളിച്ചതാ കഷണ്ടിന്ന്, നിങ്ങൾ അതുപോലെ കയറി വിളിക്കണ്ട കേട്ടോ. അപ്പം ഞാൻ നിർത്താൻ പോവാ, എൻ്റെ ലൈവ് നിർത്താൻ പോവാണ്. ഇന്നത്തെ ലൈവ് നിർത്തുക. നിങ്ങൾക്കൊക്കെ ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടോ? എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ? അനുഗ്രഹിക്കാം. ഇന്നെല്ലാം ആൺപിള്ളേരാണല്ലോ വന്നത്. പെൺപിള്ളേരൊക്കെ എന്തെയോ ഒളിച്ചോ? എത്ര പേരുണ്ട് ലൈവില്? പെൺപിള്ളേരെല്ലാം കയറി ഒളിച്ചിരിക്കുവാന്നോ? പെൺപിള്ളേർ വരുമ്പോൾ മൊത്തം പെൺപടയായിരിക്കും. ആണുങ്ങൾ വരുമ്പോൾ മുഴുവൻ ആൺപടയായിരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ആ മോനെ ആരും കഷണ്ടിന്ന് വിളിക്കല്ലേ. ഇനി ആരും കഷണ്ടിന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ കുഞ്ഞിനി ഉറങ്ങത്തില്ല. അപ്പോൾ ഇനി അത് ഓർത്തുകൊണ്ട് കണ്ണാടിക്കകത്ത് നോക്കി ഉള്ള പ്രാണനും കളഞ്ഞ് ജീവനും കളഞ്ഞ്, എൻ്റെ കുഞ്ഞെ നീ സുന്ദരനാ, നീ എന്നെ തളച്ചിന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഓർത്തുകൊണ്ട് നീ ഇനി ഇരിക്കുകയൊന്നും വേണ്ട കേട്ടോ. താങ്കൾക്ക് സോഷ്യലിസം ആൻഡ് സൈക്കോളജി അറിയാവോ? സജി ജോൺ. അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഷണ്ടി തലയിൽ തൊട്ട് ഒന്ന് അനുഗ്രഹിക്കാമോ? അത് നേരിട്ട് ഇവിടെ വരണം. ഈ ലൈവിനകത്തിൽ നിങ്ങളുടെ കഷണ്ടി തലയൊന്നും. ചേച്ചി ഞാനുണ്ട്. അഞ്ജന അജയ്. വന്നല്ല പെൺകുട്ടി തന്നെയാണോ അതോ പെൺപേരും വെച്ച് വന്ന ആൺകുട്ടിയാണോ? ആരായാലും ആയിക്കോട്ടെ. അപ്പം ഞാൻ വിളക്ക് കൊളുത്താൻ ടൈമായി, സമയമായി. ഞാനെപ്പോൾ പോകുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. ബിജു കൃഷ്ണൻ തായ്മൊഴി ക്രിസ്മസ് ആശംസകൾ. ബിജു ക്രിസ്മസ് ആശംസകൾ. എന്ത് മക്കളെ? ശരി, എല്ലാവർക്കും അന്നേരം ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ ലൈവിലൂടെ നിങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരാവണം കേട്ടോ. എൻ്റെ കൂട്ടുകാരാണ്. ചേച്ചി ഞാനൊരു പെൺകുട്ടിയാണ്. ആയിക്കോട്ടെ മോളെ. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടവരും എല്ലാവരും ആത്മീയ സ്തുതി. എല്ലാവർക്കും ചെറുപ്പക്കാരി എന്ന് വിളിക്കണോ? കിളവി. നിങ്ങൾക്ക് 50 വയസ്സിൽ കൂടുതലില്ല. അന്തം കമ്മി. എടാ 50 വയസ്സുണ്ടെന്ന് പറയാൻ നിൻ്റെ കുഞ്ഞാണിയുടെ അറ്റത്തെ കൂടെ നീ എന്നെ പ്രസവിച്ചതാ. നീ ആണോ എന്നെ പ്രസവിച്ചത്? അല്ല, അന്തം കമ്മി. നീ ആണോ എന്നെ പ്രസവിച്ചത്? എണീറ്റ് പോടാ. മതിയടാ. ചെറുപ്പക്കാരി കിളവിന്ന് കയറി എന്നെ വിളിക്കുന്നു. നീ ആണോ എന്നെ പ്രസവിച്ചത്? എന്നെ കിളവിന്ന് വിളിക്കുക. അപ്പം നിനക്കപ്പോൾ എത്ര വയസ്സുണ്ടായിരിക്കും?
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എൻ്റെ ലൈവിൽ വന്നിട്ട് വഴക്കൊന്നും ഉണ്ടാവാതെ നല്ല ഒരു ഹായ് തരും. ആത്മീയ സ്തുതി. നമസ്കാരം മുത്തേ. ഹായ്. വിവനൊക്കെ പ്രാന്താ ചേച്ചിന്ന്. ഇപ്പോൾ ഒരു പെൺകുട്ടി മോളെ എന്തായിരുന്നു നേരത്തെ വരാൻ? ഞാൻ ലൈവ് ഇഷ്ടപ്പെട്ടില്ല. ലൈവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇത്ര നേരം ഈ ലൈവിനകത്ത് കിടന്ന് തുള്ളി കളിച്ചില്ലേ? നിന്റെ തുള്ളിക്കളിപ്പൊക്കെ ഞാൻ കണ്ട് യൂട്യൂബിലേക്ക് നിന്റെ പിള്ളേരെടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തരും. എൻ്റെ ശിഷ്യഗണങ്ങളും എൻ്റെ സൈക്യാട്രിസ്റ്റ് ജൂനിയർ ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഞാനാണ് ഏറ്റവും വലിയ ഡോക്ടർ. എൻ്റെ ജൂനിയറായിട്ട് ഡോക്ടർമാർ, ജൂനിയർ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു ഡോക്ടർമാർ, അതായത് ഞാൻ പഠിപ്പിച്ചെടുക്കുന്ന ഡോക്ടർമാർ, അവരെ ഞാൻ ഡോക്ടർമാരായിട്ട് ഞാനങ്ങ് തീർത്തേക്കുക. അപ്പോൾ ഡോക്ടറേറ്റ് പദവിയൊക്കെ ഞാൻ അവർക്ക് കൊടുത്തത്. അവരൊക്കെ നിൻ്റെയൊക്കെ കമൻ്റ് എടുത്ത് എനിക്ക് 23. എടാ 23 വയസ്സേ ഉള്ളൂ. പക്ഷെ നിൻ്റെ കയ്യിലിരിപ്പ് ഒക്കെ 90 വയസ്സുള്ള അവരുടെ മനസ്സ്. വെറുതെ നീ പെട്ടെന്ന് കളവനാവും. മനസ്സിലായോ? നിനക്ക് 23 വയസ്സേ ഉള്ളൂ. പക്ഷെ നീ ഒത്തിരി വയസ്സായവരുടെ പ്രായവും സംസാരവും ഒക്കെയാണ് നീ ഇവിടെ എഴുതിയിടുന്നത്. അപ്പോഴേ നിന്നെ പെട്ടെന്ന് വാർദ്ധക്യം നിന്നെ പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നീ എന്ത് ചെയ്യണം? ആ വാർദ്ധക്യത്തിൽ നിന്നും മാറ്റി ചിന്തിച്ച് 23 വയസ്സായ ചെക്കന്മാരുടെ സ്വഭാവവും യുവത്വവും ഒക്കെയും വേണം പ്രകടിപ്പിക്കേണ്ടത്. പറച്ചിലും പ്രകടനത്തിലും എല്ലാം അങ്ങനെ ആകാവൂ. അപ്പോൾ നിനക്ക് എപ്പോഴും യുവത്വമായിട്ടിരിക്കും. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത്. നിന്റെ പ്രായത്തെ നീ ഒന്ന് ബഹുമാനിക്കണം. നിന്റെ പ്രായത്തെ എന്ത് വേണം? നീ ഒന്ന് ബഹുമാനിക്കണം. നീ എന്നെ ബഹുമാനിക്കണ്ട. പകരം നിന്റെ പ്രായത്തെ, 23 വയസ്സുള്ള നിന്റെ പ്രായത്തെ നീ ഒന്ന് ബഹുമാനിക്കണം കേട്ടോ. ചെറുപ്പമായിട്ടിരിക്കാൻ എപ്പോഴും യുവത്വം, അത് യുവാവായിട്ടിരിക്കുമ്പോഴേ ആ കടമകളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറ്റില്ല. നീ അല്ലാതെ ഇപ്പോഴേ കയറി 50ഉം 60ഉം കളവീന്നും മുതുക്കിന്നൊക്കെ ആൾക്കാരെ വിളിച്ചാൽ, ആണിനെയും പെണ്ണിനെയൊക്കെ കയറി വിളിച്ചാൽ നിന്റെ മുഖവും നിന്റെ ആ പ്രായവും നിന്റെ മനസ്സും ഒക്കെ അതേ ലെവലിലായിത്തീരും കേട്ടോ. മനസ്സിലായോ? ഇനിയെങ്കിലും നല്ല സ്വഭാവത്തിലേക്ക് വാ. ഞാൻ ഇതൊക്കെ പറയുന്ന തമാശയായിട്ട് എടുക്കരുത് കുട്ടികളെ. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും യുവത്വം വേണമെങ്കിൽ യുവാക്കളുടേതായിട്ടുള്ള രീതി നിങ്ങൾ എപ്പോഴും കൈക്കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെ വേണം. ഓക്കെ, നന്ദി, നമസ്കാരം. നീ ഇപ്പം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ 90 വയസ്സുള്ള സ്വഭാവമാണ് നീ. കാരണം എപ്പോഴും നീ അവരുടെ പ്രായവും അവരുടെ മുതുക്കന് കളവന, അപ്പം അത് നീ ഇങ്ങനെ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ അതാണ് നിന്റെ മനസ്സിൽ മുഴുവൻ വരുന്നത്. ആ വാർദ്ധക്യത്തിലേക്ക് ബാധിക്കുന്ന ആ മുഖം, ആ തലമുടി, ആ ചുളുങ്ങിയ ശരീരം, അതെല്ലാം നിന്റെ മനസ്സിൽ ഇങ്ങനെ രൂപമായിട്ട് ഇങ്ങനെ കയറിപ്പറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ അങ്ങനെ ഇങ്ങനെ ആയിത്തീരും മോനെ. അപ്പൊ അതിലേക്ക് പോകാതെ എപ്പോഴും യുവാവായിട്ടായി തീരാൻ ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ യുവത്വമുള്ളവരായി തീരണം. ഓക്കെ കണ്ണ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.